ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു CS മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാച്ചിനകത്ത് അത്യാവശ്യം കില്ലൊക്കെ എടുത്ത് കളിക്കാം എന്നായിരുന്നു പ്ലാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. G18 ഗൺ സെലക്ട് ചെയ്തു. ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ പെട്ടെന്ന് പോകാമായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ മേളിക്കൂടെ കയറി കറങ്ങി അടിക്കാം. ഓക്കെ, അവിടെ ഒരു എനിമിയെ സ്പോട്ട് ചെയ്തു. ഓക്കെ, അവൻ്റെ മേളിൽ കയറുന്നുണ്ട്. ചെല്ലണ വഴിയാണ് അടിച്ചത്. റൗണ്ട് ഒരു ഹെഡും കയറ്റി അടിച്ച് അവിടെ അവൻ വെടിക്കിട്ട് എടുത്തിട്ടുണ്ട്. ചുമ്മാ എടുത്താൽ ടീമേറ്റ് കുപ്പി എടുത്ത് അത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഓടോ പെട്ടെന്ന് വാ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു പ്ലെയർ നമുക്ക് ഇവനെ അങ്ങ് തട്ടിയേക്കാം. ഇതവിടെ ഇതിൻ്റെ ബാക്കിൽ ഗൈസ് അവൻ അത്യാവശ്യം നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കയറി വന്ന് അടിക്കാം. കണ്ണൊക്കെ റിലോഡ് ചെയ്ത് കയറി അടിക്കാം. ഗൈസും ബുക്കൊന്നും പോയി ഗൈസ്. മാക്സിമം കില്ല് മൊത്തം അവന്മാർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് റൗണ്ട് വേറെ ആരോ ഒരുത്തൻ. അപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് വിക്ടറി അടിച്ചു. അടുത്ത റൗണ്ട് നമുക്ക് MP5 എടുക്കാം. MP5 എടുത്ത് കയറി അടിക്കാം. നോ പ്രോബ്ലം. ഫസ്റ്റ് റൗണ്ട് ഡീസൽ മാറണമില്ല. ഈ റൗണ്ടെങ്കിലും MVP ആകണം ഗൈസ്. ഇതിനകത്തെങ്കിലും MVP ആയിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് വെറുതെ എന്തിന് ഇത്ര നല്ല പേര് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, തലയുടെ മേളിലൊരു പ്ലെയർ. നെക്സ്റ്റ് പ്ലെയർ അവനെ 135 ഹെഡും കൊടുത്ത് അത്യാവശ്യം ഒന്നും വലുതായിട്ട് വന്നിരിക്കും. അവന്മാരുടെ കില്ലിന് ചെറുതായിട്ട് ഒരു 2 അസിസ്റ്റ് അത് മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ അപ്പുറത്തെ പ്ലെയറിൻ്റെ അടുത്ത് ആരോ അടിക്കുന്നുണ്ട്. അന്ന് കയറി അടിക്കാം. ഓക്കെ, സൈഡിൽ ഈ റൗണ്ട് നമ്മളങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് തൊട്ട് പാട്ടിടാം. അങ്ങനെ തേർഡ് റൗണ്ട് നമ്മൾ അതിവിജയകരമായി വിജയിച്ചിരിക്കുന്നു എന്ന സത്യം ഞാൻ നിങ്ങളെ അറിയിക്കും.
അപ്പോൾ ഗൈസ് ഓപ്പോസിറ്റ് ടീമിൽ ലാസ്റ്റ് ഒരു പ്ലെയറോട് ഉള്ളൂ 4ാമത്തെ റൗണ്ട് അതും നമ്മൾ കില്ലെടുത്ത് കളി ബൂയ എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, ടേക്ക് കെയർ.